കട്ടപ്പനയിലെ ഹോട്ടലിൽ വിളമ്പിയ കപ്പ ബിരിയാണിയിൽ ജീവനുള്ള പുഴു. തിങ്കളാഴ്ച രാത്രിയിൽ ഇടുക്കി കവലയിലെ മഹാരാജ ഹോട്ടലിൽ നിന്നും ദമ്പതികൾ കഴിച്ച ഭക്ഷണത്തിലാണ് പുഴുവിനെ കണ്ടെത്തിയതായി പരാതി. പുഴുവിനെ കണ്ടെത്തിയ ഭക്ഷണം പാഴ്സൽ ചെയ്യാൻ ആവശ്യപ്പെട്ടെങ്കിലും ഹോട്ടൽ ജീവനക്കാർ ഇത് നിരസിച്ചുവെന്നാണ് ദമ്പതികളുടെ പരാതി. തുടർന്ന് ഇവർ നഗരസഭയിൽ പരാതി നൽകി. കട്ടപ്പന ഇടുക്കി കവലയിൽ പ്രവർത്തിക്കുന്ന പ്രമുഖ ഹോട്ടലിൽ നിന്നാണ് പുഴുവരിച്ച ഭക്ഷണം ലഭിച്ചത്. കഴിഞ്ഞ രാത്രിയിൽ 7 മണിയോടെ കാഞ്ചിയാർ സ്വദേശികളായ ദമ്പതികൾ ഹോട്ടലിൽ കയറി കപ്പ ബിരിയാണി ആവശ്യപ്പെട്ടു. കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ആഹാരത്തിൽ പുഴുവിനെ കണ്ടത്. തുടർന്ന് വീഡിയോ എടുക്കാൻ ശ്രമിച്ചതോടെ ഹോട്ടൽ ജീവനക്കാർ വന്ന ആഹാരം തിരികെയെടുത്തു. ഈ ഭക്ഷണം പാഴ്സൽ ചെയ്യാൻ ആവശ്യപ്പെട്ടെങ്കിലും ജീവനക്കാർ വിസമ്മതിച്ചുവെന്നും വിഷയം ഒത്തുതീർപ്പാക്കാൻ ഉടമ ശ്രമിച്ചുവെന്നുമാണ് ദമ്പതികളുടെ പരാതി. തുടർന്ന് ചൊവ്വാഴ്ച ഇവർ നഗരസഭയിൽ രേഖാമൂലം പരാതി നൽകി. അവർ ഇന്നലെ തന്നെ പരാതി കൊടുക്കണമായിരുന്നു. ആ ഫുഡ് നമ്മൾ മേടിക്കണമെന്നൊക്കെ അവർ പറയുന്നത്. നമുക്ക് അതിനെക്കുറിച്ച് വേറെ ഡീറ്റെയിൽ ഒന്നും അറിയത്തില്ലാത്തതുകൊണ്ട് നമ്മളതൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ രാവിലെ പരാതിയായിട്ട് വന്നപ്പോൾ അവർ പറഞ്ഞു ഇന്നലെ തന്നെ ചെയ്യേണ്ടതായിരുന്നു, അതുകൊണ്ട് ഇന്ന് പോയിട്ട് കാര്യമില്ല. അങ്ങനെയൊക്കെ ഒരു ഒഴിവുകളാണ് നഗരസഭയെന്ന് പറയുന്നത്. പിന്നെ ഇവിടെ ഇപ്പോൾ രണ്ടാമത്തെ സംഭവമായി. കഴിഞ്ഞ ഒരാഴ്ചക്ക് മുന്നേ കണ്ട് ഇവിടെ പള്ളിക്കാടുള്ളൊരു ഹോട്ടലിൽ നിന്ന് ഇതുപോലെ പുഴുവിനെ കെട്ടിയായിരുന്നു. ഇപ്പോൾ ഇത് അടുത്ത മഹാരാജയിൽ നിന്ന് പുഴുവിനെ കെട്ടി. ഇതിപ്പോൾ എല്ലാ ഹോട്ടലിലും ഇത് തന്നെയല്ലേ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ദമ്പതികളുടെ പരാതിയെ തുടർന്ന് നഗരസഭ ആരോഗ്യ വിഭാഗം ഹോട്ടലിൽ പരിശോധന നടത്തി. സംഭവമുണ്ടായി മണിക്കൂറുകൾക്ക് ശേഷം പരാതി നൽകുമ്പോൾ പരാതിക്ക് അടിസ്ഥാനമായ ഭക്ഷണം നശിപ്പിക്കാൻ ഹോട്ടൽ ജീവനക്കാർക്ക് അവസരം ലഭിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഹോട്ടലുകളിൽ നിന്നും ഇത്തരം സംഭവങ്ങളുണ്ടായാൽ ഉടൻ തന്നെ നഗരസഭ അധികൃതരെ 9961751089 എന്ന നമ്പറിൽ അറിയിക്കണമെന്ന് ക്ലീൻ സിറ്റി മാനേജർ ജെൻസ് സിറിയക് പറഞ്ഞു. തുടർച്ചയായിട്ടുള്ള പരിശോധനകളുണ്ടാകും. അതുപോലെ തന്നെ നമുക്ക് ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ്റെ നേതൃത്വത്തിൽ ഈ ഹോട്ടലിൽ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിക്കുന്നത് നമ്മുടെ നഗരസഭയ്ക്ക് ഗുണകരമല്ല. ജനങ്ങളുടെ ആരോഗ്യത്തിന് ഹാനികരമായ രീതിയിലുള്ള പ്രശ്നങ്ങൾ ആവർത്തിച്ച് ഉണ്ടാകുന്നത് നല്ലതല്ല. അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ തുടർച്ചയായ പരിശോധന ഉണ്ടാകും. നിയമത്തിൽ മുനിസിപ്പലായിട്ട് അനുശാസിക്കുന്ന വിധത്തിലുള്ള നടപടികൾ, ശക്തമായ നടപടികൾ നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകും. കട്ടപ്പന നഗരത്തിലെ ഹോട്ടലുകളിൽ തുടർച്ചയായി മനുഷ്യജീവന് ഭീഷണിയായി ആഹാരം വിളമ്പുകയാണ്. ഏതാനും ആഴ്ചകൾക്കുള്ളിൽ തന്നെ 2 ഹോട്ടലുകളിൽ നിന്നാണ് പുഴുവരിച്ച ഭക്ഷണം ആളുകൾക്ക് ലഭിച്ചതായി വിവരങ്ങൾ വന്നത്. ഈ സ്ഥിതി തുടരുന്നത് നഗരത്തിലെ ഹോട്ടലുകളിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്ന ആളുകൾക്ക് ഭക്ഷ്യവിഷബാധയേൽക്കാൻ കാരണമാകുന്നു. വൃത്തിഹീനമായ സാഹചര്യത്തിലും പഴകിയതുമായ ഭക്ഷണങ്ങൾ വിളമ്പിയ നിരവധി ഹോട്ടലുകൾക്കെതിരെ അടുത്തിടെ നഗരസഭ നടപടിയും സ്വീകരിച്ചിരുന്നു. എന്നാൽ നഗരസഭ നടപടിയുമായി മുന്നോട്ടു പോകുമ്പോഴും നഗരത്തിനുള്ളിലെ ഹോട്ടലുകളിൽ ഇത്തരത്തിലുള്ള പ്രവണതകൾ തുടരുകയാണെന്ന ആരോപണവുമായി പ്രതിപക്ഷവും രംഗത്ത് വന്നു. കട്ടപ്പനയെ സംബന്ധിച്ച് ഇങ്ങനെയുള്ള പുറത്തുനിന്ന് വരുന്ന ആൾക്കാരും ഒക്കെ ഭക്ഷണം കഴിക്കുമ്പോൾ കഴിക്കാനുള്ളവരാണ്, കട്ടപ്പനക്കാരും കഴിക്കുന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ കട്ടപ്പനയ്ക്ക് ഇതൊരു അപമാനമായി തീരാതെ ഈ ഒരു പ്രവൃത്തി കട്ടപ്പന മുനിസിപ്പാലിറ്റിയുടെ ഹെൽത്ത് ഭാഗത്തുനിന്ന് നിരന്തരമായ കൂടെയുള്ള പരിശോധനകൾ ഉണ്ടാകുമെങ്കിൽ ഇങ്ങനെയുള്ളൊരു ദുഷ്പേര് നമുക്ക് കട്ടപ്പനയ്ക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും. തീർച്ചയായിട്ടും കട്ടപ്പന മുനിസിപ്പാലിറ്റിയിൽ നിന്ന് അതിനുള്ള നടപടി ഉണ്ടാകാൻ ഉള്ള എല്ലാ പരിശ്രമങ്ങളും ഞങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകും. അടുത്തു വരുന്ന കൗൺസിലിൽ തീർച്ചയായിട്ടും ഈ വിഷയം ഞങ്ങൾ ചർച്ച ചെയ്യുന്നു. നഗരസഭയുടെ ആരോഗ്യ വിഭാഗത്തിൽ ജീവനക്കാരുടെ കുറവ് പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട്. കൂടാതെ ഹോട്ടലുകളിൽ ഇത്തരത്തിലുള്ള സംഭവങ്ങളുണ്ടാകുമ്പോൾ 2000 രൂപ മാത്രമാണ് പിഴ ഈടാക്കാൻ കഴിയുന്നത്. ഇത്തരത്തിലെ ഭക്ഷ്യയോഗ്യമല്ലാത്ത ഭക്ഷണം വിളമ്പുന്ന ഹോട്ടലുകൾക്കെതിരെ കർശന നടപടി ഉണ്ടാകേണ്ടത് അത്യന്താപേക്ഷിതമാണെന്നും പ്രതിപക്ഷ കൗൺസിലർമാർ പറയുന്നു. ഭക്ഷ്യയോഗ്യമല്ലാത്ത ഭക്ഷണങ്ങൾ വിളമ്പുന്നതിനെതിരെ നഗരത്തിൽ തുടർച്ചയായ പരിശോധനയടക്കം ഉണ്ടാകുകയും നിയമം ലംഘിക്കുന്ന ഹോട്ടലുകൾക്കെതിരെ കർശനവും മാതൃകാപരമായ നടപടി സ്വീകരിക്കണമെന്നുമാണ് പൊതുജനങ്ങളുടെയും ആവശ്യം. ന്യൂസ് ബ്യൂറോ, കട്ടപ്പന.